കമ്മ്യൂണിസ്റ്റ് പിണറായി വീണ്ടും തുടരുന്നു പറഞ്ഞു, BJP-ക്ക് സീറ്റ് കിട്ടില്ല എന്നും പറഞ്ഞു. അത് രണ്ടും നേരെ വിപരീതമാണ് സംഭവിച്ചത്. അതിനെ കുറിച്ച് എന്താ പറയുന്നത്? ഇല്ല, LDF അവിടെ തന്നെ കാണൂടോ. നമ്മുടെ ഇപ്പോൾ 10 വർഷം ഭരിച്ചല്ലോ, അപ്പോൾ ഇനി കുറച്ച് കാലം റെസ്റ്റ് എടുക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോൾ LDF മാറിയെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു എന്താ പറയുക വീറും വാശിയും എന്നൊക്കെ പറയാമല്ലോ, അത് അവിടെ തന്നെ ഉണ്ടാകും. കാരണം ഞങ്ങൾ പാരമ്പര്യമായിട്ട് അച്ഛൻ്റെ അച്ഛൻ്റെ കാലങ്ങൾ മുതലേ ആ ഒരു പാർട്ടി അങ്ങനെ തന്നെയുണ്ട്, ഒരു ഫാമിലി പാർട്ടി തന്നെ പറയാം. എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുവരെ കൊടി പിടിക്കാൻ ഇപ്പോൾ ഞാൻ അങ്ങനെ കൊടി പിടിക്കാനും, പണ്ട് കാലത്തൊക്കെ ഞാൻ അമ്മയുടെ കൂടെ അച്ഛൻ്റെ കൂടെയൊക്കെ ഞാൻ മനുഷ്യച്ചങ്ങല അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പാർട്ടി പരിപാടിക്ക് പോയിട്ടുണ്ട്. അന്നൊന്നും അറിയില്ല, കാരണം അന്ന് പോയി കഴിഞ്ഞാൽ ഇവരെ കൂടെ പോവാ, വണ്ടിയിൽ പോകില്ല എന്നുള്ളത്. ദൈവവിശ്വാസിയും കൂടിയാണ് അല്ലേ? കുറച്ച് താൻ പാതി ദൈവൻ പാതി എന്നാണല്ലോ. ഉണ്ട്, ദൈവവിശ്വാസം ഉണ്ട് എനിക്ക്. ഞാൻ വിശ്വസിക്കുന്ന 1-2 ദൈവങ്ങളുണ്ട് എനിക്ക്. ഗുരുവായൂർ ജനിച്ചു വളർന്നുകൊണ്ടാണോ? എൻ്റെ ഗുരുവായൂരപ്പൻ, പിന്നെ എൻ്റെ വിഷ്ണുമായ, അങ്ങനെ കുറച്ച് പേര് എനിക്ക് എൻ്റെ ഫേവറേറ്റ്. എല്ലാ ദൈവങ്ങളും ഒന്നാണ്, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ്. ജാതി മതം ആണ് പെണ്ണ് വ്യത്യാസമില്ല, എല്ലാ ദൈവങ്ങളും ഒന്ന് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ BJP അല്ല, എന്തുകൊണ്ടാണ് അത് സീറ്റ് കിട്ടില്ല എന്ന് പറയാൻ കാരണം? ഞാൻ ചോദിച്ചൊരു BJP-യെ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയെ BJP അല്ലെങ്കിൽ ആ പാർട്ടിയോട് താല്പര്യമില്ലാത്തതിൻ്റെ ഒരു റീസൺ എന്താണ്? എനിക്ക് പൊതുവേ താല്പര്യമില്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അതിനിപ്പോൾ പറഞ്ഞാൽ എന്താ സീനാവോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ആ ഭാഗത്ത് കുറച്ച് BJP-ക്കാർ പിള്ളേരുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് അവരുടെ ഒരു ദേഷ്യമോ ഇതൊന്നുമില്ല. ആ സമയത്ത് എന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് മുതലേ ഒരു പാർട്ടി അപ്പം നമ്മൾ പറയുന്നത് അത് ഏത് പിള്ളേർ, അതാ BJP-ക്കാർ അങ്ങനെ പറയുന്ന, അങ്ങനെ കേട്ട് ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള ഒരു ഇതാണ്. ഒരു RSS ഒരു കാവ്യമുണ്ടോ അല്ലെങ്കിൽ ഒരു ഷർട്ടും അവരുടെ കാവ്യം, അത് കേട്ടുകൊണ്ട് ഉള്ളിൽ ഭയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ആ ഒരു ഭയമില്ല. എന്ന് തുറന്ന് പറയാം, അല്ല നമ്മുടെ അഭിപ്രായമാണല്ലോ, നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണല്ലോ, നമുക്ക് പറയാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ പാർട്ടിയോട് ഇഷ്ടമില്ല.